നമസ്കാരം. ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും സംഘർഷപൂർണമാവുകയാണ്. മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ വാഹന വ്യൂഹത്തിന് നേരെ കാങ്പോക്പി ജില്ലയിൽ വെച്ച് സായുധ സംഘത്തിന്റെ ആക്രമണം നടന്നതോടെ മണിപ്പൂർ വീണ്ടും കലുഷിതമാകുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിയത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയുടെ വാഹനങ്ങൾക്ക് നേരെ ഒന്നിലധികം തവണ അക്രമി സംഘം ഒളിഞ്ഞിരുന്ന് വെടിയുതിർക്കുകയായിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇംഫാലിൽ നിന്ന് ജിരിബാം ജില്ലയിലേക്ക് പോവുകയായിരുന്ന വാഹനവ്യൂഹം രാവിലെ 10:30ഓടെ ദേശീയപാത 37-ൽ വെച്ചാണ് ആക്രമണത്തിന് ഇരയായത്. അക്രമ സംഭവങ്ങൾ നടന്ന ജിരിബാം ജില്ലയിലെ ബീരൻ സിംഗിന്റെ സന്ദർശനത്തിന് മുന്നോടിയായാണ് ആക്രമണം. സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമികൾക്ക് നേരെ വെടിയുതിർത്തതായാണ് വിവരം. അതിനിടെ ദേശീയപാത 53ന്റെ ഒരു ഭാഗത്ത് കോട്ട്ലൻ ഗ്രാമത്തിന് സമീപം ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു. ജൂൺ 6-ന് അജ്ഞാതരായ അക്രമികൾ ഒരാളെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജിരിബാമിൽ അശാന്തി പടരുകയാണ്. ചൊവ്വാഴ്ച ഇവിടെ സന്ദർശിക്കാൻ ഒരുങ്ങുകയായിരുന്നു ബീരൻ സിംഗ്. ജിരിബാമിലെ കൊലപാതകത്തിന് പിന്നാലെ ഏതാനും സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെ 70ഓളം വീടുകൾ അക്രമികൾ അഗ്നിക്കിരയാക്കിയിരുന്നു. ആക്രമണം നടന്ന പ്രദേശത്തെ പലരും പലായനം ചെയ്തിരിക്കുകയാണ്. മെയ്തേയ് സമുദായത്തിൽ നിന്നുള്ള 59കാരനും കർഷകനുമായ സോയിബാം ശരത് കുമാർ സിംഗിന്റെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. കാണാതായി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. തന്റെ ഫാമിൽ നിന്ന് മടങ്ങുന്നതിനിടെ ഇയാളെ കാണാതാവുകയായിരുന്നു. ഇയാളുടെ ശരീരത്തിൽ മൂർച്ചയുള്ള വസ്തു കൊണ്ട് മുറിവേറ്റതായി പോലീസ് പറഞ്ഞിരുന്നു. സോയിബാമിന്റെ മൃതദേഹം കണ്ടെടുത്തത് പ്രദേശവാസികൾക്കിടയിൽ രോഷം ആളിക്കത്താൻ ഇടയാക്കി. പിന്നീട് ഇവിടെ സ്ഥിതിഗതികൾ അതിവേഗം വഷളാവുകയും അയൽ സംസ്ഥാനമായ അസാമിലേക്ക് പോലും വ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതോടെ കഴിഞ്ഞ വർഷം പൊട്ടിപ്പുറപ്പെട്ട വംശീയ കലാപത്തിന് ശേഷം മണിപ്പൂർ വീണ്ടും അശാന്തമായിരിക്കുകയാണ്. മെയ്തേയ്കൾ, മുസ്ലിങ്ങൾ, നാഗകൾ, കുക്കികൾ, മണിപ്പൂരികൾ അല്ലാത്തവർ എന്നിവർ സമാധാനത്തോടെ കഴിഞ്ഞ ഇടമാണ് ജിരിബാം. കഴിഞ്ഞ വർഷത്തെ വംശീയ കലഹങ്ങൾ അടക്കം ഒരു സംഘർഷവും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സ്ഥലവുമായിരുന്നു ഇത്. എന്നാൽ പുതിയ സംഭവവികാസങ്ങൾ ജിരിബാമിനെ സംഘർഷങ്ങളുടെ കേന്ദ്രമാക്കിയിരിക്കുകയാണ്. ജിരിബാമിൽ അനിശ്ചിതകാല കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. തെരഞ്ഞെടുപ്പ് സമയത്ത് പിടിച്ചെടുത്ത ലൈസൻസ് ഉള്ള തോക്കുകൾ തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജിരിബാം പോലീസ് സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ഒരു വർഷം മുമ്പ് നടന്ന കലാപത്തെ തുടർന്ന് ബാധിക്കപ്പെട്ടവരെ കാണാനോ കലാപം അമർച്ച ചെയ്യാനോ തയ്യാറാകാതെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിയ മുഖ്യമന്ത്രി ബീരൻ സിംഗും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായും മണിപ്പൂർ വിഷയത്തിൽ പുലർത്തിയ പക്ഷപാതപരമായ സമീപനത്തോടുള്ള എതിർപ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചിരുന്നു. മണിപ്പൂരിലെ 2 സീറ്റും കോൺഗ്രസ് നേടുന്ന സാഹചര്യമുണ്ടായത് ഭരണകൂടത്തോടുള്ള അമർഷം അടിവരയിടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ നടന്ന ആക്രമണം പുതുതായി ചുമതലയേറ്റ കേന്ദ്ര ഗവൺമെന്റിനും തീരാത്ത തലവേദന തന്നെയാണ് തീർക്കുന്നത്.